ദൈവസഭയിൽ നമുക്ക് ആയിരിക്കുന്ന വേളകളിൽ നമുക്കുണ്ടായിരിക്കേണ്ട, അല്ലെങ്കിൽ ദൈവസഭയിൽ എക്യുപ്പാകാൻ വേണ്ട നമ്മിലുണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് നാം പ്രധാനമായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:12 വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ ചിന്തകൾ നമ്മൾ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയത്. നമ്മൾ ഈ ഭാഗത്ത് സർവീസ് ആൻഡ് എക്യുപ്പിംഗ് അല്ലെങ്കിൽ പെർഫെക്റ്റിംഗ് ദ സെയിൻസ്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം എന്ന് മലയാളത്തിൽ കാണുന്ന വിശുദ്ധന്മാരെ എക്യുപ്പ് ചെയ്യുക എന്നുള്ള വിഷയമാണ് പ്രധാനമായും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് നമുക്കൊരു ശുശ്രൂഷ ഹൃദയം ഉണ്ടായിരിക്കണമെന്ന് ഒന്നാമതായി നമ്മൾ അതിനെ പ്രതി ചിന്തിച്ചു. 2, നമ്മൾ കണ്ടു സ്നേഹത്തിൽ ശുശ്രൂഷ ചെയ്യണം എന്ന് രണ്ടാമതായി നാം കണ്ടു. 3, ദൈവത്തിന്റെ പദ്ധതിയെ അംഗീകരിക്കുക, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്താണോ അതിനെ അംഗീകരിക്കുക. 4, കഷ്ടത ജീവിതത്തിൽ വന്നാലും അത് സഹിക്കാൻ നമ്മൾ തയ്യാറാവുക, കഷ്ടതയ്ക്കായുള്ളൊരു തയ്യാറെടുപ്പ്. കഷ്ടത വരണമെന്ന് നിർബന്ധമല്ല, പക്ഷെ വന്നാൽ അതിനെ അഭിമുഖീകരിക്കുവാൻ, അതിലൂടെ കടന്നുപോയാലും കൃപയിൽ നിൽക്കാനുള്ള തയ്യാറെടുപ്പ്. 5-ാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിനെ എപ്പോഴും മാതൃകയാക്കുക, ക്രിസ്തു യേശുവിലുള്ള ഭാവം നമുക്ക് ഉണ്ടായിരിക്കുക, യേശുവിന്റെ മനോഭാവം നമുക്കുണ്ടായിരിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ നാം യഥാസ്ഥാനപ്പെടുവാൻ, അല്ലെങ്കിൽ വിശുദ്ധന്മാരെ ദൈവം തന്റെ ശുശ്രൂഷകൾക്കായിട്ട് ഒരുക്കിയെടുക്കാൻ, ഉപയോഗിക്കുവാൻ വേണ്ടി നമുക്കുണ്ടായിരിക്കേണ്ട 5-ാമത്തെ ഗുണം യേശുവിനെ എപ്പോഴും മാതൃകയാക്കുക. യേശുവിന്റെ ശുശ്രൂഷ മനോഭാവം, യേശുവിന്റെ സഹിഷ്ണുത, യേശുവിന്റെ താഴ്മ, അങ്ങനെ ക്രിസ്തു യേശുവിലുള്ള മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കുക. ഇനി അടുത്ത നമ്മൾ 6-ാമതായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ സ്വയത്യാഗത്തിന് തയ്യാറാകുക, സെൽഫ് സാക്രിഫൈസിന് തയ്യാറാകുക. അതാണ് 6-ാമതായി നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 1 John 3:16, 1 യോഹന്നാൻ 3:16 വാക്യം നമുക്കിങ്ങനെ കാണാം: അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു, നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. വായിക്കുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ അത്രയും എളുപ്പമല്ലാത്ത ഒരു വചനമായിട്ട്, ഒരു ആലോചനയായിട്ട് നമുക്ക് ആ വാക്യത്തെ മനസ്സിലാക്കാനായിട്ട് കഴിയും. യേശു നമുക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. അത്രയും കുഴപ്പമില്ല അവിടം വരെ, ആ വാക്യം വരെ. നമ്മൾ സ്നേഹം എന്തെന്ന് അറിഞ്ഞത് യേശു നമുക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുത്തതിനാലാണ്. നമുക്കറിയാം, ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നതിനെയാണ് പ്രധാനമായും ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ യേശുവിൻ്റെ ആ ക്രൂശീകരണം വരെയുള്ള ജീവിതം, ആ ജീവിതത്തിലെ യേശുവിൻ്റെ ഓരോ ത്യാഗങ്ങളും നാം ചിന്തിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. അതാ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കാൻ യേശു ചെയ്ത ത്യാഗത്തെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദമാണ്. ദൈവത്തോടുള്ള സമത്വം, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് ഒരു ജോലി അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഉണ്ട്, ആ ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്ന് അതിൻ്റെ താഴത്തെ പൊസിഷനിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടി വന്നാൽ നമുക്കുണ്ടാകുന്ന മനോഭാവം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉദാഹരണത്തിന്, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ മാനേജറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു 10 വർഷം അയാൾ മാനേജറായിട്ട് ജോലി ചെയ്തു. സ്വാഭാവികമായിട്ടും അയാൾ അടുത്ത ബോർഡ് മെമ്പറോ അതുപോലുള്ള ഡയറക്ടേഴ്സ് ബോർഡിലോ ഒക്കെ അംഗമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അടുത്തിരിക്കുന്നത്, എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ്. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തോട് പറയുകയാണ്, റീസെൻ്റ്ലി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ നിയമം അനുസരിച്ച് പുതിയൊരു നിയമ സംവിധാനം നിലവിൽ വന്നതുകൊണ്ട് ഈ പൊസിഷനിൽ നിങ്ങൾക്ക് തുടരാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് അതിന് താഴത്തെ അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ എന്നുള്ള പൊസിഷനിലേക്ക് നിങ്ങൾ താഴാൻ, അല്ലെങ്കിൽ ഡീഗ്രേഡ് ആകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ തുടരാം. കാരണം ആ ക്വാളിഫിക്കേഷൻ വേണ്ട ആളിനെ ഞങ്ങൾക്ക് മാനേജറാക്കിയേ പറ്റത്തുള്ളൂ എന്ന് ഒരു ദിവസം കേട്ടാൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടാകുന്ന മനോഭാവം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു അസിസ്റ്റന്റ് മാനേജറോ ഒരു സൂപ്പർവൈസറോ ആയിട്ട് ഇനി അവിടെ തുടരാനായിട്ട് അദ്ദേഹത്തിന്
അഭിമാനം സമ്മതിക്കത്തില്ല, അല്ലെ? സാധാരണഗതിയിൽ ഒരു മാനുഷിക നിലയിൽ നമ്മൾ ചിന്തിച്ചാൽ നോക്കൂ, യേശു ഇറങ്ങി വന്ന ആ താഴ്മ ധരിച്ച അനുഭവത്തെ എത്രത്തോളം അതിന്റെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു ആരാ? ദൈവമാണ്. ദൈവരൂപത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവമാണ് എന്നാണ്. അവിടുന്ന് സാക്ഷാൽ ദൈവം. തിരുവെഴുത്ത് പറയുന്നു അവിടുന്ന് സത്യദൈവവും നിത്യജീവനും. യേശു സത്യദൈവം. ഹല്ലേലൂയ. ഞാനും പിതാവും ഒന്നാകുന്നു എന്നൊക്കെ യേശു പറഞ്ഞ നമുക്ക് കാണാം. അപ്പോൾ പിതാവായ ദൈവത്തിന് സമത്വം ഉള്ള അവസ്ഥയിൽ ദൈവമായിരിക്കെ അവിടുന്ന് എന്ത് ചെയ്തു? ആ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. വെറും മനുഷ്യനായി എന്ന് മാത്രമല്ല, ഒരു ദാസനെ പോലെ ഇറങ്ങി വന്നു. യേശു ജനിക്കാൻ തെരഞ്ഞെടുത്തത് കൊട്ടാരമല്ല, ഒരു കാലിത്തൊഴുത്തിൽ കിടത്തി എന്നാണ്, പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മാങ്കർ. അപ്പോ ആ മാഞ്ചറിൽ യേശുവിനെ കിടത്തുവാൻ ആ സമയത്ത് അതല്ലാതെ വേറെ മാർഗമില്ലാത്ത വിധത്തിൽ അത്രയും ജനനത്തിൽ പോലും യേശു എന്ത് ചെയ്തു? താഴ്മ ധരിച്ചു. ഹല്ലേലൂയ. നമുക്കൊന്നും ജനിക്കാൻ ചോയ്സ് ഉണ്ടായിട്ട് ജനിച്ചവരല്ല. നമ്മളൊക്കെ ജനിച്ചപ്പോ നമ്മുടെ മാതാപിതാക്കൾ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു കാണാം, അവർ പ്രാർത്ഥിച്ചു കാണാം. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരുടെ ഉദരത്തിൽ, അമ്മയുടെ ഉദരത്തിൽ പിറക്കുകയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ജനിക്കുന്നതിന് മുൻപ് ഒരു ചോയ്സ് തന്നിരിക്കട്ടെ. ഏത് സമയത്ത് ജനിക്കണം, ഏത് ആണ്ടിൽ ജനിക്കണം, ഏത് ദിവസം ജനിക്കണം, ഏത് എന്തുവാ കാലാവസ്ഥയിൽ ജനിക്കണം, ഏത് രാജ്യത്ത് ജനിക്കണം, ഏത് മാതാപിതാക്കൾക്ക് ജനിക്കണം. ഇങ്ങനെയൊക്കെ ഒരു ചോയ്സ്, ഒരു ജനിക്കുന്നതിന് മുൻപ് നമുക്കൊരു കാർഡ് തന്നിട്ട് അതിനകത്ത് ടിക്ക് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഈ ഓപ്ഷൻസ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. കുറേ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? ഒരു ഓപ്ഷൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ മോനായിട്ട് അല്ലെങ്കിൽ മോളായിട്ട്, അതല്ലെങ്കിൽ ഒരു ഫാർമറിന്റെ, ഒരു ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിൽ ഒരു ഫാർമറിന്റെ മോളായിട്ടോ മോനായിട്ടോ ജനിക്കാം. ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വെച്ചാൽ നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? സ്വാഭാവികമായിട്ടും രണ്ടാമതൊന്നും ആലോചിക്കാതെ അമേരിക്കൻ പ്രസിഡന്റിന്റെ മകനായിട്ടോ മകളായിട്ടോ ജനിക്കാൻ തിരഞ്ഞെടുക്കും. ഇതാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. നമുക്കാർക്കും വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ജനിച്ചത്. നമ്മൾ ഇന്നതിൽ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു, ദൈവമക്കൾ എന്നുള്ള നിലയിൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. എന്നാൽ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ഈ ചിലയിടത്ത് തമാശ രൂപേണ ചോദിക്കും, ഈ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഇതേ ആളിനെ തന്നെ ഭർത്താവായിട്ട് കിട്ടണമെന്ന്, ഇതേ ആളിനെ തന്നെ ഭാര്യയായിട്ട് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ തമാശ രൂപേണ പറയാറുണ്ട്, ഭർത്താക്കന്മാർ കൂടുതലും പറയുന്നത് നോ എന്നാണ്, ഭാര്യമാര് യെസ് എന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കാരണം എന്താണെന്ന് തിരക്കിയപ്പോഴേക്കും ഭർത്താക്കന്മാര് പറഞ്ഞ് അടുത്തൊരവസരം ഉണ്ടെങ്കിൽ വീണ്ടും നരകത്തിൽ ജീവിക്കാൻ ഇഷ്ടമില്ല എന്നാണ് ഭർത്താക്കന്മാര് പറയുന്നത്. തമാശയാണ്, ഈ തമാശയായിട്ടാണ്. പക്ഷെ ഭാര്യമാര് പറയുന്ന മറുപടി എന്താണെന്നറിയാവോ? ഇത് തന്നെ മതി, ഇനി അടുത്തൊരാളെ ഇതുപോലെ ട്രെയിൻ ചെയ്തെടുക്കണമെങ്കിൽ പിന്നെ അതിന് വെറുതെ സമയം വേസ്റ്റ് ആക്കണം, അതുകൊണ്ട് ഇതുപോലെ ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് ഇനി സമയം കളയാനില്ല എന്നതുകൊണ്ട് ഇത് തന്നെ മതി എന്ന് പറയാറുണ്ട്, തമാശയ്ക്ക് പറയാറുണ്ട്. ഞാൻ ഉറപ്പിച്ചത് അതിലൊക്കെ കുറെയെങ്കിലും ഒക്കെ നമുക്ക് ചോയ്സ് ഉണ്ടായിരിക്കാം. മാട്രിമോണിയിലൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ തിരക്കുമ്പോൾ, വിദ്യാഭ്യാസം, കുടുംബം, അങ്ങനെ പല കാര്യങ്ങളും നോക്കാൻ ചോയ്സ് കുറെയെങ്കിലും. പക്ഷെ ജനിക്കുന്നതിൽ നമുക്ക് ആർക്കും ചോയ്സ് കിട്ടിയിട്ടില്ല. ദൈവഹിതപ്രകാരം നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ആ സമയത്ത് ഈ കാലഘട്ടത്തിൽ ജനിച്ചു. പക്ഷെ യേശുവിനെ സംബന്ധിച്ച് അങ്ങനല്ല. കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി യേശു ഭൂമിയിൽ വന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. എപ്പോൾ, എവിടെ, ആരിൽ നിന്ന് ജനിക്കണമെന്ന ചോയ്സ് ഉണ്ടായിരുന്നിട്ടും യേശു ജനിക്കാൻ തെരഞ്ഞെടുത്തത് ആരെയാണ്? ഒരു കന്യകയെ, അതും ഒരു ഗലീലയിൽ നിന്ന് ആ സമയത്ത് യഹൂദയിലേക്ക്, ബത്ലഹേമിലേക്ക് യാത്ര ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉള്ള മറിയയെ ജനിക്കുവാനായിട്ട് ആ സമയമായപ്പോഴോ പിറന്ന് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്ന പദമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയില്ല വഴി അരികിലാണോ ജനിച്ചത്, അതോ ഈ പശു തൊഴുത്തിൽ തന്നെയാണോ ജനിച്ചത്. കിടത്തിയ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഒരു ശുശ്രൂഷയ്ക്ക് ഒരു മിഡ് വൈഫ് ഇല്ലായിരുന്നു.
ഹല്ലേലൂയ. അതുപോലൊന്ന് കൈത്താങ്ങാൻ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ബന്ധുക്കൾ ചാർച്ചക്കാരൊന്നും അടുത്തില്ലായിരുന്നു. നോക്കിയേ, യേശുവിന്റെ ജനനത്തിൽ പോലും കർത്താവ് ദാസരൂപമെടുത്തതിൻ്റെ എല്ലാ പരിമിതികളും ഉള്ളവനായിട്ടാണ് യേശു ജനിക്കുന്നത്. ഹല്ലേലൂയ. നമ്മെ സമ്പന്നരാക്കേണ്ടതിന് നമ്മുടെ ദാരിദ്ര്യ നിമിത്തം അവൻ ദരിദ്രനായി പിറന്ന ദൈവകൃപ, ദരിദ്രനായി ജനിച്ച ദൈവകൃപ അറിയുന്നുവല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവിധത്തിലും അക്ഷരാർത്ഥത്തിൽ നോക്കൂ, നക്ഷത്രം കണ്ട വിദ്വാൻമാർ തേടി ആദ്യം പോയത് എവിടാ? യെരുശലേമിൽ ഹെരോദാവിന്റെ കൊട്ടാരത്തെ ലക്ഷ്യമാക്കി. കൊട്ടാരത്തിലാണ് അവർ ആദ്യം ചെന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ പിറക്കും? കൊട്ടാരത്തിലാണ് സാധ്യത. പക്ഷെ ആ എല്ലാ സാധ്യതകളെയും പുറകിലെറിഞ്ഞുകൊണ്ട് കർത്താവ് ഒരു ശരിയായ ഒരു അഡ്രസ്സ് പോലും പറയാൻ കഴിയാത്തൊരു പശുത്തൊട്ടിയിൽ അവനെ കിടത്തി എന്ന് നമ്മൾ വായിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ യേശു തന്നെത്താൻ താഴ്ത്തി, ജനനത്തിൽ തന്നെത്താൻ താഴ്ത്തി. ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശു തന്നെത്താൻ താഴ്ത്തി. യേശുവിനോട് ചോദിച്ചു, നിന്റെ പിന്നാലെ വരാമെന്ന് പറയുമ്പോൾ ഒരുവനോട് യേശു പറയുകയാണ്, കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. യേശു താമസിച്ച വീടുകൾ നമുക്കറിയാം. ശുശ്രൂഷ ആരംഭിച്ചതിൽ പിന്നെ സ്വന്തം വീട്ടിൽ അല്ല, ആമേൻ, സ്വന്തം എന്ന് പറയാനൊരു വീടില്ല യേശു താമസിക്കുന്നത്. ഹല്ലേലൂയ. മിക്കവാറും യാത്രകളിലാണ്. വഴിയരികിൽ പലപ്പോഴും കിടന്നുറങ്ങിയിട്ടുണ്ടാകാം, ശിഷ്യന്മാരോടൊത്തും ഒറ്റയ്ക്കും ഒക്കെ. രാത്രി മുഴുവനും മലകളിൽ പോയി പ്രാർത്ഥനയിൽ ചെലവഴിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നു. നിർജ്ജന പ്രദേശത്ത് രാത്രിയിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും തന്നെത്താൻ ദാസരൂപമെടുത്ത താഴ്മയോടെ ഇറങ്ങി വന്ന ആ കർത്താവ് ക്രൂശ് മരണം മാത്രമല്ല യേശുവിൻ്റെ ആ സ്നേഹം എന്നത് തെളിയിക്കുന്നത്. അതിൻ്റെ പരമോന്നതമായ അവസ്ഥയാണ്, അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ്. യേശു ക്രൂശിൽ തന്റെ ജീവനെ വെടിയുന്നത് ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രദർശനമാണ്. പക്ഷെ അതിനു മുൻപ് നമ്മളോടുള്ള സ്നേഹം നിമിത്തം യേശു സ്വർഗം വിട്ടു, ഭൂമിയിൽ ദരിദ്രനായി പിറന്നു, ദരിദ്രനായി ജീവിച്ചു, താഴ്മയോടെ ദാസനായി അവിടുന്ന് ജീവിച്ചു. ഹല്ലേലൂയ. ദാഹിച്ചപ്പോൾ എനിക്കൊരു പാത്രം വെള്ളം കുടിപ്പാൻ തരുമോ എന്ന് അപേക്ഷിക്കുവാൻ തക്കവണ്ണം, കോരുവാൻ നിനക്ക് പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം അത്രയും ആവശ്യങ്ങളുടെ മുഖത്താണ് ഓരോ നിമിഷവും യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജീവിച്ചത്. നമ്മൾ യേശുവിന്റെ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലിന് അതിൽ നിന്ന് ആലോചനകൾ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കുകയും ആശ്രയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതുകൂടെ നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ആ സമയത്തും യേശു ദാഹജലത്തിനായിട്ടൊരു സ്ത്രീയോട്, ശമരിയക്കാരിയോട് കുടിപ്പാൻ വെള്ളം തരുമോ എന്ന് ചോദിക്കുന്ന വിധത്തിൽ വഴിയാത്രയിൽ അത്യാവശ്യം കരുതിയിരിക്കേണ്ട വെള്ളം പോലും കയ്യിലില്ലാതെ ഈ ഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ. ഹല്ലേലൂയ. കയ്യിലെ അവിടെ എത്തിയപ്പോൾ വെള്ളമൊക്കെ തീർന്നു പോയത്, ആഹാരം കൈക്കൊള്ളാൻ പട്ടണത്തിലേക്ക് പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് എല്ലാം തീർന്നു. ശിഷ്യന്മാർ ആഹാരം കൈക്കൊള്ളാൻ പോയി, സ്റ്റോക്ക് എല്ലാം തീർന്നു. ആ വിധത്തിൽ ഓരോ ദിവസവും അടുത്ത നേരത്തെ ആവശ്യങ്ങൾ കാണണമെങ്കിൽ അതിനാരെങ്കിലും സഹായിക്കണമെന്നുള്ള സാഹചര്യത്തിൽ യേശു ഭൂമിയിൽ ജീവിച്ചതെല്ലാം നമ്മോടുള്ള സ്നേഹം നിമിത്തമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 1 യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നത്, അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. യേശുവിന്റെ ജീവിതം നമുക്ക് വേണ്ടി വെച്ചു കൊടുത്തു, യേശുവിന്റെ ദിവസങ്ങൾ നമുക്ക് വേണ്ടി വെച്ചു കൊടുത്തു. കാലാതീതനായ ദൈവം കാലത്തിന്റെ ചുരുക്കത്തിലേക്ക് ഇറങ്ങി വന്നു, കാലത്തിന്റെ പരിമിതിയിലേക്ക് ഇറങ്ങി വന്നു. ലോകത്തെ, ഭൂമിയെ സൃഷ്ടിച്ച കർത്താവ് ഭൂമിയുടെ പരിമിതിയിലേക്ക് ഇറങ്ങി വന്നു. ഈ പ്രപഞ്ചത്തിന് ഗുരുത്വാകർഷണം കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയാത്ത ആത്മാവായ ദൈവം ഈ ഗുരുത്വാകർഷണ വിധേയനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, തന്റെ പ്രാണനെ വെച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഇങ്ങനെ യേശു നമുക്ക് വേണ്ടി ജീവൻ വെച്ചുകൊടുത്ത, തന്നെത്താൻ ചുരുക്കിയ, തന്നെത്താൻ താഴ്ത്തിയ, തന്നെത്താൻ പരിമിതപ്പെടുത്തിയ ഒരുപാട് മേഖലകൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ചെയ്തത് എന്തിനാ? നമ്മോടുള്ള സ്നേഹം നിമിത്തമാണ്. ഹല്ലേലൂയ. ഇങ്ങനെ യേശുവിൻ്റെ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും, യേശുവിൻ്റെ സമ്പന്നതയിലും, യേശുവിൻ്റെ ത്യാഗത്തിലും, യേശുവിൻ്റെ ദാരിദ്ര്യത്തിലും, യേശു ജീവൻ അർപ്പിച്ചതിലും എല്ലാം നമ്മൾ കാണുന്നത് എന്താ? ദൈവത്തിന്റെ സ്നേഹമാണ്. സ്നേഹം എന്ത് എന്ന് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ഈ ത്യാഗത്തിലൂടെയാണ്, പ്രാണനെ വെച്ചു കൊടുത്തതിലൂടെയാണ്. ഹല്ലേലൂയ. എന്നിട്ട് യോഹന്നാൻ ലേഖനം എഴുതി പറയുകയാണ്,
അതുകൊണ്ട് നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. പ്രാണനെ വെച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ യേശുവിന്റെ ഈ ജനനം മുതൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മുതൽ ക്രൂശ് മരണം വരെയുള്ള ഓരോ ത്യാഗങ്ങളും അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നതുപോലെ നാം മറ്റുള്ളവർക്ക് വേണ്ടി അനുഭവിക്കുന്ന ഓരോ ത്യാഗവും, നമ്മുടെ സമയം ചെലവിടുന്നത് പോലും നമ്മുടെ പ്രാണനെ വെച്ചു കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മൾ അതിന് തയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഞാൻ സമയത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാം. ഒരിക്കൽ ഒരു ചിന്തകൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ടൈം ഈസ് ലൈഫ്. സമയം എന്ന് പറയുന്നത് ജീവിതമാണ്, ജീവനാണ്. എന്താ കാരണം? പണം നമ്മൾ കൊടുത്താൽ നമുക്ക് വേറെ ഏതെങ്കിലും വഴിയിൽ വീണ്ടും സമ്പാദിക്കാം. നമ്മുടെ കയ്യിലുള്ള പണം മുഴുവൻ ഒരാൾക്ക് കൊടുത്താലും നമുക്ക് അവസരം കിട്ടിയാൽ വേറെ രീതിയിൽ സമ്പാദിക്കാം. വീണ്ടും അതിലോ അതിൽ കൂടുതലോ നമുക്ക് നേടാം. പക്ഷെ കഴിഞ്ഞു പോയ സമയം ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല, തിരിച്ചു കിട്ടില്ല. നാം ഒരു വ്യക്തിയെ ആശ്വസിപ്പിക്കാൻ അവരുടെ അടുക്കൽ ചെന്ന് സമയം ചെലവിട്ടത്, അവരെ വിളിച്ച് സംസാരിച്ച് സമയം ചെലവിട്ടത്, ഒരാളുടെ ആവശ്യത്തിൽ പ്രത്യുപകാരം പ്രതിഫലം ഒന്നും നോക്കാതെ നാം അവർക്ക് വേണ്ടി നമ്മുടെ സമയം ചെലവിട്ട് നമ്മൾ അവരോട് കൂടെ ചെന്ന് ആ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ സമയം ചെലവിട്ടത്, വേദനയിൽ ദുഃഖത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ചെന്ന് അവരോടുകൂടെ സമയം ചെലവിട്ടത്, അങ്ങനെ ഓരോ കാര്യങ്ങളും നാം ചെലവിടുന്ന സമയം നമ്മുടെ പ്രാണൻ ചെലവിടുന്നതാണ്, ജീവൻ ചെലവിടുന്നതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവൻ ചെലവിടുകയാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി നാം ജീവൻ, പ്രാണൻ വെച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നാം അനുഭവിക്കുന്ന ഓരോ ത്യാഗവും, അതിനുവേണ്ടി നാം എടുക്കുന്ന ഓരോ എഫേർട്ടും അതിനകത്തുണ്ട്. ഓരോ എഫേർട്ടും അതിനകത്തുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, നാം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വച്ചു കൊടുക്കേണ്ടതാകുന്നു. അപ്പോൾ വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം നമ്മിൽ നടക്കണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധന്മാരുടെ ഒരു വളർച്ച എക്യുപ്മെന്റ് എഫേസ്യറിൽ കാണുന്നത് പോലെ ആ എക്യുപ്മെന്റ് നമ്മിൽ ഉണ്ടാകണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ആറാമത്തെ ഗുണമാണ്, അല്ലെങ്കിൽ ആറാമത്തെ സ്വഭാവമാണ് സെൽഫ് സാക്രിഫൈസിന് തയ്യാറാകുക, സ്വയത്യാഗത്തിന് തയ്യാറാകുക. ഇത് ശിഷ്യത്വവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആലോചന കൂടെയാണ്. യേശു പറഞ്ഞത്, ഒരുവൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. സെൽഫ് ഡിനയൽ, സ്വയം ത്യജിക്കുക, സ്വയം ത്യജിക്കുക, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. എന്താ ഈ സ്വയം ത്യജിക്കുക എന്ന് പറയുമ്പോൾ? ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, ഞാനല്ലാതായി മാറുക, എന്നിൽ ക്രിസ്തു വെളിപ്പെടുക, എൻ്റെ കഴിവ്, എൻ്റെ അറിവ്, എൻ്റെ യോഗ്യത, എൻ്റെ അഭിമാനം ഇതെല്ലാം പൂജ്യമായി തീരുക, സീറോയായി മാറുക. ഹല്ലേലൂയ. യേശുവിനെ എല്ലാറ്റിലും വെളിപ്പെടുത്തുവാനായിട്ട് കഴിയുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വാക്കിൽ, ചിന്തകളിൽ, പ്രതികരണത്തിൽ, ഇടപെടലുകളിൽ എല്ലാറ്റിലും യേശുവിനെ വെളിപ്പെടുത്തുവാനായിട്ട് നാം തയ്യാറാവുക. ഹല്ലേലൂയ. ഇങ്ങനെ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ് തന്നെത്താൻ ത്യജിക്കുക എന്നുള്ളതിനെ പറയുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ഉദാഹരണം, സെമിത്തേരിയിൽ കിടക്കുന്ന ഒരു ശവശരീരം പോലെ ആയിത്തീരുക, ആ മനോഭാവമായി തീരുക എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു എന്ന് എന്നെ തന്നെ എണ്ണുക. മരിച്ച വ്യക്തിയെ ഒരാൾ വന്ന് എത്ര പുകഴ്ത്തിയാലും അയാൾ എന്ത് ചെയ്യത്തില്ല, അഹങ്കരിക്കുകയില്ല, പുകഴുകയില്ല, അയാൾ നിഗളിക്കുകയില്ല. മരിച്ച ഒരാൾ മരിച്ചു കിടക്കുകയാണ്. സാധാരണ മരിച്ചു കിടക്കുന്ന അടുത്താണ് ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്ന വർത്തമാനം നമ്മൾ കേൾക്കുന്നത്, അല്ലെ? സംസാരിക്കുന്നവരെല്ലാം അയാളുടെ ഗുണങ്ങളെക്കുറിച്ച്, നന്മകളെക്കുറിച്ച്, ഇല്ലാത്തതും കൂടെ കള്ളമായിട്ട് ആ സമയത്ത് പറയും. ആ വ്യക്തി മരിച്ചു കിടക്കുന്ന ആൾ ജീവിച്ചിരുന്നപ്പോൾ മഹാനായിരുന്നു, അയാളെപ്പോലെ പിന്നെ ലോകത്തിൽ വിശുദ്ധൻ വേറെ ആരും ഇല്ലായിരുന്നു എന്ന രീതിക്കൊക്കെ അവതരിപ്പിക്കും. ചിലപ്പോൾ ഈ പറയുന്നത് ഒരു കാര്യവുമില്ലാത്തതാണെങ്കിൽ പോലും ആ രീതിയിൽ മരണ വീട്ടിൽ പൊതുവെ അങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ കരുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതൊന്നും കേട്ടാലും ഇനി ഉള്ളത് തന്നെ ആയിക്കൊള്ളട്ടെ, ആ വ്യക്തി എന്ത് ചെയ്യത്തില്ല, ഇതൊന്നും കേട്ടിട്ട് കണ്ടോ എന്നെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യത്തില്ല, നിഗളിക്കത്തില്ല. കാരണം അയാൾ മരിച്ചു. ഹല്ലേലൂയ. ഇതൊന്നും അയാളെ ബാധിക്കുന്നില്ല, അയാൾ അറിയുന്നേയില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ മരിച്ചു കിടക്കുന്ന ശരീരത്തോട് സംസാരിച്ചാലും ആ ശരീരം എന്ത് ചെയ്യത്തില്ല, പ്രതികരിക്കത്തില്ല. പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ മോശമായി അധിക്ഷേപിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട്, താഴ്ത്തിക്കെട്ടിക്കൊണ്ട്, മനസ്സിനെ
കുത്തിമുറിവേൽപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന വിധത്തിൽ ആ ശവശരീരത്തെ അപമാനിച്ച് സംസാരിച്ചാലും ആ വ്യക്തി എന്ത് ചെയ്യത്തില്ല? മരിച്ചുപോയി, അയാൾക്ക് പ്രതികരിക്കാൻ കഴിയത്തില്ല, അയാൾ പ്രതികരിക്കില്ല. ഇതിനോടാണ് സെൽഫ് ഡിനയലിനെ, സ്വയം ത്യജിക്കുക എന്നതിനെ ഉപമിച്ച് പറയാറുള്ളത്. ഹല്ലേലൂയ. ആരെങ്കിലും പുകഴ്ത്തിയാലും അഹങ്കരിക്കുന്നില്ല, ആരെങ്കിലും ഇകഴ്ത്തിയാലും എന്ത് ചെയ്യുന്നില്ല? പ്രകോപിതനാകുന്നില്ല. ഹല്ലേലൂയ. നികളവും പ്രകോപനവും ഇല്ലാത്തവനായി ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോ ആൾക്കാർ പറയും നട്ടലില്ലാത്തവൻ വാഴപ്പിണ്ടി, നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണെന്നൊക്കെ പറയും. ആമേൻ. അങ്ങനെയൊക്കെ അധിക്ഷേപിക്കും. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ക്രിസ്തുവിനെയാണ് പിന്തുടരുന്നത്, അത് നിമിത്തമാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത്, ഞാൻ പ്രതികരിക്കാതിരിക്കുന്നത് എന്ന ബോധ്യം ഒരുവനുണ്ടെങ്കിൽ ദൈവം അവനെ മാനിക്കും, ദൈവം ആദരിക്കും. തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. അപ്പോൾ വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം, എക്യുപ്മെന്റിന് വേണ്ട ഹല്ലേലൂയ 6ാമത്തെ ഗുണമാണ് നമ്മൾ ചിന്തിച്ചത്. അവൻ എന്ത് ചെയ്യണം? സ്വയം ത്യാഗത്തിന്, തന്നെത്താൻ ത്യജിക്കാനായിട്ട് തയ്യാറാവുക. ഹല്ലേലൂയ. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും സംഭവിക്കണമെന്നില്ല, അതിന് സമയം ആവശ്യമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് അതിന് കഴിഞ്ഞില്ല എന്നതുകൊണ്ട് നമ്മൾ ഭാരപ്പെട്ട് നിരാശപ്പെടുകയും വേണ്ട. ദൈവം മുമ്പാകെ അതൊന്ന് ഏറ്റുപറയുക, താഴ്മ ധരിക്കുക. ദൈവമേ, എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അതിന് കഴിഞ്ഞില്ല, പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് യേശുവിനെ പോലെ താഴ്മയും വിനയവുമുള്ളവനായി ദൈവത്തെ ഉയർത്താൻ, അങ്ങേയ്ക്കായി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ പറയുവാനായിട്ട് നമ്മൾ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ഉറപ്പായും ദൈവം തൻ്റെ കൃപ നമുക്ക് തരും, നമ്മുടെ ആഗ്രഹത്തെ മാനിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മെ തന്നെ പോലെ ക്രിസ്തുവിന് അനുരൂപരായി ഓരോ ദിവസവും രൂപാന്തരപ്പെടുത്താൻ ആവശ്യമായ കൃപ നൽകും. ഹല്ലേലൂയ. അത് ചിലപ്പോൾ പരീക്ഷകളിലൂടെ നാം കടന്നു പോകേണ്ടി വരും. നമ്മൾ ഈ ആഗ്രഹവും തീരുമാനവും ഒക്കെ പറയുമ്പോൾ നമ്മളെ അതിനായി പാകപ്പെടുത്താനായിട്ട് ദൈവം പലപ്പോഴും പരീക്ഷകളിലൂടെയൊക്കെ കടത്തിവിടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മൾ ക്ഷീണിച്ചു പോകരുത്. ദൈവം നമ്മെ സ്നേഹിക്കാത്തത് കൊണ്ടാണെന്ന് കരുതരുത്. ദൈവം നമ്മെ മാനിക്കാത്തതുകൊണ്ട്, ദൈവത്തിന് നമ്മെക്കുറിച്ച് യാതൊരുവിധ പദ്ധതികളും ഇല്ലാത്തതുകൊണ്ടാണെന്ന് ചിന്തിക്കരുത്. എന്നാൽ ദൈവം നമ്മെ ഒരുക്കുകയാണ്, നമ്മെ പരീക്ഷിച്ച് കൊള്ളാകുന്നവരായി തെളിയിക്കുകയാണ്. എന്തിനാ? ഒരു ജീവ കിരീടം നമുക്ക് നൽകുവാനായിട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വയം ത്യജിക്കുക, സ്വയം ത്യാഗത്തിന് തയ്യാറാകുക. എന്തിനാ? വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം എന്ന ദൈവിക പദ്ധതി, ദൈവിക ലക്ഷ്യം നമ്മിൽ ഉണ്ടാകുവാനായിട്ട്. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് പകലിൽ ഈ ചിന്തകൾ കൊണ്ട് ഈ വിഷയം ഇന്നത്തേക്ക് നമുക്ക് ഉപസംഹരിക്കാം. ഹല്ലേലൂയ. അടുത്ത് കുറെ ക്വസ്റ്റ്യനെയർ, നമുക്ക് സ്വയം ചോദിക്കേണ്ട കുറെ ചോദ്യങ്ങളാണ്. കർത്താവിന് വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെഷനിൽ അത് ചിന്തിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവം നമ്മോട് ഇടപെട്ടതുപോലെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. എത്രത്തോളം തന്നെത്താൻ ത്യജിക്കാൻ, സ്വയത്യാഗത്തിന് എനിക്ക് കഴിയുന്നുണ്ട്? നാമും ജീവനെ, പ്രാണനെ വച്ചു കൊടുക്കേണ്ടതാകുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുമ്പോൾ എത്രത്തോളം നമുക്ക് ജീവനെ വച്ചു കൊടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട്? നമുക്ക് സ്വയം ഒന്ന് ചിന്തിക്കുവാനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ദൈവത്തിൽ നമ്മെ സമർപ്പിക്കാം.